ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഭയം ദൗത്യമായി മാറി. ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടൊപ്പമുണ്ട്. മിഷന്റെ കോറിരിക്കുന്ന അവിടെയാണ്. ഐ ആം വിത്ത് യു. ക്രിസ്തീയ ജീവിതം കണ്ടുകൊണ്ടിരിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. ക്രിസ്ത്യാനിയാണോ, നിനക്കൊരു മിഷൻ ദൗത്യമുണ്ട്. അതിനിപ്പോൾ അച്ഛനാകണം, കന്യാസ്ത്രീ ആകണം, പ്രേക്ഷിതനാകണം ഒന്നുമില്ല. ഇപ്പൊ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന് വിജ്ഞാനമോ ബുദ്ധിയോ ഒന്നും ആധാരമല്ല. തെരഞ്ഞെടുപ്പ് പ്യുവർലി കർത്താവിന്റെ തീരുമാനമാണ്. അതിപ്പോ കുടുംബങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇടയ്ക്കൊന്ന് പേടി തട്ടുമ്പോഴല്ലേ നമ്മളൊന്ന് ഒരുമിച്ചിരിക്കുന്നത്, നമ്മൾ ഒന്നുകൂടെ നിലവിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഭയം നമ്മളെ ഒരുമിച്ചിരുത്തും, സ്നേഹം നമ്മളെ അയക്കും. കുരിശ് കണ്ടപ്പോ ചതറിപ്പോയവര്, പേടിച്ച് മുറിക്കകത്ത് കടച്ചിരുന്നവര്, വെറും ഭീരുക്കൾ, അവരുടെ ധൈര്യശാലികളായി. ഇങ്ങനെ അവർക്ക് മാറ്റം വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണ്. നമ്മൾ ആരുടെയും 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ കണ്ട ഉദ്ദിതന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ മുഖത്ത് അവർ കാണണം. അത് അവർ കിട്ടണം. കർത്താവിൻ്റെ പ്രഭാകിരണങ്ങളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നവരായി ക്രിസ്ത്യാനികൾ മാറണം. നൊമ്പരമോടെ മറിയമിതാ കല്ലറയെത്തി കണ്ടില്ല, എന്റെ മഹത്വ പ്രഭയെവിടെ, മാനവ സൂര്യാങ്കുരമെവിടെ. സങ്കടമരുതേ മറിയാമേ, ആരും അവനെ എടുത്തില്ല, തീഗോളത്തെ ആരു തൊടും, കടലരമേലാർ ചുവടും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ, തിരുവുദ്ധാനത്തിൻ്റെ ധ്യാനത്തിൻ്റെ 6ാം നാളിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഈശോ മിശിഹായുടെ ഉയർപ്പിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉയർപ്പിൻ്റെ സമ്മാനമായ സമാധാനത്തെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോന്നിനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളതൊരു വൈഡർ ക്യാൻവാസിൽ ഓരോ ടോക്കിനെയും കണക്ട് ചെയ്തൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത് കർത്താവ് അവൻ്റെ മുറിവ് കാണിച്ചു, ദൃശ്യമായ ഒന്ന് മുറിവ് കാണിച്ചു. ഇന്നലെ അദൃശ്യമായ ഒന്ന് അവരിൽ നിറച്ചു, അത് സമാധാനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു മാറ്റം ഇവരിൽ ഉണ്ടാവുകയാണ്. ശിഷ്യന്മാരിൽ കർത്താവിൻ്റെ മുറിവ് കണ്ട് കർത്താവ് നൽകുന്ന സമാധാനത്തെ സ്വീകരിച്ച് അനുഭവിച്ച് സമാധാനദാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, സമാധാനം വ്യക്തിയാണ്, അവൻ തന്നെയാണ് സമാധാനം. കണ്ടു കഴിഞ്ഞപ്പോൾ അവരിൽ വരുന്നൊരു മാറ്റം. ദ ഫ്രൈറ്റൻഡ് ബിക്കെയിം ഫിയർലെസ്. ഭയപ്പെട്ടിരുന്നവരുടെ ഭയം മാറുന്നു. അവർ ഭയരഹിതരായിട്ട്, ഭീരുക്കൾ ഭയരഹിതരായി മാറുന്നു. അടച്ചിട്ട മുറി പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ജന്മഗൃഹമായിട്ട് മാറുന്നു. അടച്ചിട്ട മുറി, ക്ലോസ്ഡ് റൂം, ബിക്കംസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മിഷൻ. അത് ജന്മമെടുത്ത മുറിയായിട്ട്, മിഷൻ ദൗത്യം ജന്മമെടുത്ത മുറിയായിട്ട് മാറുന്നു. അതായത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭയത്തിൽ നിന്ന് ദൗത്യത്തിലേക്ക്, ഫ്രം ഫിയർ ടു മിഷൻ, ഫ്രം ഫിയർ ടു മിഷൻ. ഭയമായിരുന്നു അതുവരെ അവരെ ഭരിച്ചതെങ്കിൽ ഇനി അവരിറങ്ങിത്തിരിക്കുകയാണ് ദൗത്യത്തിലേക്ക്, മിഷനിലേക്ക്. ആ ഇറങ്ങിത്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ റിസൺ ഗോഡ് സെൻസ് ദം. ഉയർത്തെഴുന്നേറ്റവൻ അവരെ ഒരു ദൗത്യത്തിലേക്ക് അയക്കുന്നു. ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവരെ അവരെങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഉദ്ധാനത്തിൻ്റെ അനുഭവം അവരിൽ നിറയുന്നതുവരെ, തിരുവുദ്ധാന അനുഭവം അവരിൽ നിറയുന്നതുവരെ അവരെങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ്, തിരുവുദ്ധാനത്തിൻ്റെ സമ്മാനമായ പരിശുദ്ധാത്മാവും കൂടെ നിറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ, അതുവരെ അവരെങ്ങനെയാണ്? അവർ ഭയപ്പെട്ടിരുന്നു. they were afraid, they were confused, they were hiding. അവർ ഭയപ്പെട്ടിരുന്നു, അവർക്ക് വ്യക്തതയില്ലായിരുന്നു, അവർ പാത്തും പതുങ്ങിയും ഇരുന്നു. പക്ഷെ തിരുവുദ്ധാന അനുഭവം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സെയിം മെൻ, മാറ്റമൊന്നുമില്ല, ആളുകൾക്ക് മാറ്റമൊന്നുമില്ല, അവരതേ ആൾക്കാർ തന്നെ. അവർക്ക് എന്തൊക്കെ വരുന്നു? അവർ ബോൾഡ് ആകുന്നു, തൻ്റെ ഇടമുള്ള മനുഷ്യരാകുന്നു, ഫിയർലെസ് ആകുന്നു, ഭയരഹിതരാകുന്നു, അൺസ്റ്റോപ്പബിൾ. അവരെ തടയാൻ ആർക്കും പറ്റാത്ത വിധം ദൗത്യത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവരിൽ നിറയുന്നു. ഇതെങ്ങനെ സാധ്യമായി? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അതിൻ്റെ ഉത്തരം സ്ട്രാറ്റജി അല്ല. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അങ്ങനെ ഏത് സ്ട്രാറ്റജി വർക്ക് ചെയ്താലാണ് ഇവരെ ധൈര്യമുള്ളവരാക്കി പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നത്? ഇവിടെ സ്ട്രാറ്റജി അല്ല, മറിച്ച് ദിസ് ഈസ് നോട്ട് അബൌട്ട് സ്ട്രാറ്റജി, ദിസ് ഈസ് ഓൾ അബൌട്ട് എൻകൗണ്ടറിങ് എ പേഴ്സൺ. ഇത് സ്ട്രാറ്റജി അല്ല, ഇത് അടവു നയങ്ങളല്ല,
മറിച്ച് ഇത് കണ്ടുമുട്ടലാണ്. ആരെ കണ്ടുമുട്ടി? ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഭയം ദൗത്യമായി മാറി. ഉദ്ധിതനെ കണ്ടുമുട്ടിയപ്പോൾ ഭയം ദൗത്യമായി മാറി. 3 വാക്കുകൾ ഹൈഫനിട്ട് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ആ ഓർഡർ മനസ്സിലാക്കേണ്ടത്. പറ്റുമെങ്കിൽ അത് കമൻറ്റിൽ അങ്ങനെ ആ 3 വാക്കുകൾ തന്നെ വരട്ടെ. ഒന്നാമത്തത് എൻകൗണ്ടർ. കണ്ടുമുട്ടൽ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കോർ അതാണ് കേട്ടോ. മിശിഹായുമായുള്ള ഉദ്ധിതനുമായിട്ടുള്ള കണ്ടുമുട്ടൽ. ആ കണ്ടുമുട്ടൽ നടക്കുന്നു. ആ കണ്ടുമുട്ടൽ, അപ്പോൾ ഒന്നാമത്തത് എൻകൗണ്ടർ. ആരോ അടുത്തെങ്ങോട്ട് നയിക്കും നമ്മളെ ഈ കണ്ടുമുട്ടൽ? ട്രാൻസ്ഫോർമേഷൻ. നമ്മളിൽ തന്നെ രൂപാന്തരീകരണം നടക്കും. ഈ കണ്ടുമുട്ടൽ നമ്മളെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ എൻകൗണ്ടർ, ആരോ, ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ എങ്ങോട്ട് നയിക്കും? അടുത്തത് മിഷൻ, ദൗത്യത്തിലേക്ക് നയിക്കും. അപ്പോൾ കണ്ടുമുട്ടൽ പ്രധാനപ്പെട്ടതാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാനുമായുള്ള ആ കണ്ടുമുട്ടൽ പ്രധാനപ്പെട്ടതാണ്. ആ കണ്ടുമുട്ടൽ നമ്മളിൽ മാറ്റം കൊണ്ടുവരും, രൂപാന്തരീകരണം നടത്തും. മൂന്നാമത് അത് നമ്മളെ ദൗത്യത്തിലേക്ക് നയിക്കും. അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റവൻ വന്നിട്ട് ഇവരെ ആശ്വസിപ്പിക്കുക, ഇവരെ കംഫേർട്ടാക്കുക, അതൊന്നുമല്ല. സെൻസ് ദം, അയക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 20:21. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാൻ 20:21 നമ്മൾ വായിക്കുന്നത്, ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇവർ അയക്കപ്പെട്ടവരാവുകയാണ്. അയക്കപ്പെട്ടവരുടെ ഗണത്തിൽ ശിഷ്യന്മാർ. പിതാവ്, ഫാദർ സെൻസ് ദ സൺ ആൻഡ് സൺ സെൻസ് ദ ചർച്ച്. പിതാവ് പുത്രനെ അയക്കുന്നു, പുത്രൻ സഭയെ അയക്കുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ അപ്പോൾ അതുകൊണ്ട് റിസറക്ഷൻ, തിരുവുത്ഥാനം അവസാനമല്ലെന്ന്. റിസറക്ഷൻ ഈസ് നോട്ട് എൻ എൻഡ്. അത് അവസാനമല്ല. റിസറക്ഷൻ ഈസ് ദ ബിഗിനിങ്. റിസറക്ഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ചർച്ച് മിഷൻ. തിരുവുത്ഥാനം കഥയുടെ അവസാനമല്ല, തിരുവുത്ഥാനം ആരംഭമാണ്. സഭയുടെ ദൗത്യത്തിൻ്റെ ആരംഭമാണ് തിരുവുത്ഥാനം. കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൽ ക്ലൈമാക്സ് എന്ന് വിചാരിക്കരുത്. അതായത് നായകൻ്റെ വിജയം ആഘോഷിക്കുന്നു, ശുഭം, എല്ലാം കഴിഞ്ഞു, പൂർത്തിയായി, സിനിമ തീർന്നു. അല്ല, സിനിമ തുടങ്ങുന്നേ ഉള്ളൂ. ദ റിയൽ സ്റ്റോറി ബിഗിൻസ് നൗ. സഭ അവളുടെ ദൗത്യം ഏറ്റെടുക്കുകയും ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വാക്യം ഈ പറഞ്ഞതാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ളത്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. നമ്മൾ ഇന്നലെ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ഭാഗം നമ്മൾ വരച്ചിട്ടതാണ്. നിങ്ങളുടെ ബൈബിളിൽ വരച്ചിട്ടുക. അപ്പോൾ അവിടെ ഇത് മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാം, ഭയം സമാധാനത്തിന് വഴിമാറി കൊടുക്കുന്നു. ഭയം, ഫിയർ ഈസ് റീപ്ലേസ്ഡ് ബൈ പീസ്. ഭയം സമാധാനത്തിന് വഴിമാറി കൊടുക്കുന്നു. അതുവരെ ഒളിച്ചിരുന്നവർ ദൗത്യവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഹൈഡിങ് ബിക്കംസ് സെൻറ്റിങ്. മറഞ്ഞിരുന്നവർ. അപ്പോൾ നോക്കിക്കുക എന്ത് രസമായിട്ടാണത്. ഫിയർ ഹൈഫൻ പീസ്. ഭയമുള്ളിടത്ത് സമാധാനം നിറയുന്നു. പാത്തിരുന്നവർ ഇറങ്ങിത്തിരിക്കുന്നു. ഹൈഡിങ് ബിക്കംസ് സെൻറ്റിങ്. വീക്ക്നെസ്, അതുവരെ ബലമില്ലാതിരുന്നവർ, അശക്തരെന്ന് തോന്നപ്പെട്ടവർ, വീക്ക്നെസ് ബിക്കംസ് അതോറിറ്റി. അത് അധികാരമാകുന്നു. സുവിശേഷത്തിൻ്റെ അധികാരമായിട്ട് അത് മാറുന്നു. നമ്മുടെ സിനോപ്റ്റിക് ഗോസ്പലിലുമൊക്കെ ഈ ഭാഗം കാണാൻ പറ്റും. ഇങ്ങനെ കർത്താവ് ഇവരെ അയക്കുന്ന ഭാഗം. ലൂക്കാ സുവിശേഷം 24:36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ കർത്താവ് ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ച് അയക്കുന്ന രംഗമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ ഐഡിയ, ഇത് ഈ മിഷൻ്റെ സെൻറ്റർ ട്രെയിനിങ് അല്ല, പരിശീലനമല്ല, മറിച്ച് എൻകൗണ്ടറാണ്. ഈ കണ്ടുമുട്ടൽ നടക്കാതെ ഒരാൾക്കും ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ലെന്ന് ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന 2-3 പേരുടെ പേര് വെച്ച് നമ്മൾ കാണുന്നത്, ഈ ആദ്യം ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന വിറയല്, ഭയം. ഈശോ സഭയെ ദൗത്യമേൽപ്പിക്കുക, ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ഒരു ഭയമാണ്. ആ ഭയത്തിലാണ് കണ്ടുമുട്ടൽ അത് മാറ്റം കൊണ്ടുവരുന്നു. ആ മാറ്റം ഇവരെ പുറത്തേക്ക് ഇറക്കുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചത്? ഇത് തന്നെ പഴയ നിയമത്തിലും കാണാൻ പറ്റും. ഇത് മെത്തേഡ്. ഒരു കർത്താവ് ദൗത്യവുമായിട്ട് വരുന്നു. ആദ്യം ഭയം. ആ ഭയത്തിൽ കർത്താവ് ഇടപെടുന്നു. ഇവരിറങ്ങിത്തിരിക്കുന്നു. ഇവർ ഇസ്രായേൽ ചരിത്രത്തിലെ നിർണായക വ്യക്തിത്വങ്ങളായിട്ട് ഇവരൊക്കെ മാറുന്നു. 2-3 ഉദാഹരണങ്ങൾ. ഒന്ന്, മോശ.
മോശ. എക്സഡസ് ചാപ്റ്റർ 3 and 4, പുറപ്പാട് പുസ്തകം 3ഉം 4ഉം അധ്യായങ്ങളിൽ കാണാൻ പറ്റുന്നത് മോശയെപ്പോലെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരുടെ, കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചവരോട് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ അത്ഭുതം, കുട്ടികൾ കുറേയൊക്കെ കണ്ടുപിടിച്ചു. പഴയ നിയമത്തിൽ നിന്ന് 3 പേരുടെ പേരേ പറയാവുള്ളൂ. കീ പേഴ്സണാലിറ്റീസ്, ഏറ്റവും സെൻറ്റർ ആരൊക്കെയായിരിക്കും അത്? തീർച്ചയായിട്ടും അത് അബ്രാഹം, മോശ, ദാവീദ്. മോശ അവരുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അപ്പോൾ ഈ മോശയുടെ തുടക്കം ഭയത്തേലാണ്. മോശ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പാടൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കർത്താവേ. ഭയത്തേലാണ് ആരംഭിക്കുന്നത്. പക്ഷേ ആ ഭയത്തെ കർത്താവിൻ്റെ ശക്തിയാലെ മോശയെ നയിച്ച് മോശയെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതായത് മിഷൻ ഈസ് നോട്ട് ഫോർ ദ കോൺഫിഡൻറ്റ് ബട്ട് ഫോർ ദ കോൾ. മിഷൻ ഈസ് നോട്ട് ഫോർ ദ കോൺഫിഡൻറ്റ് ബട്ട് ഫോർ ദ കോൾഡ്. ഈ ദൗത്യം കർത്താവ് ഏൽപ്പിക്കുന്ന ആത്മവിശ്വാസമുള്ളവരെ അല്ല, മറിച്ച് താൻ വിളിച്ചവരെ ദൗത്യം ഏൽപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരാളുടെ ആത്മവിശ്വാസം നോക്കിയിട്ടൊന്നുമല്ല ഏൽപ്പിക്കുന്നതിൻ്റെ വലിപ്പച്ചെറുപ്പം. മിഷൻ ഈസ് നോട്ട് ഫോർ ദ കോൺഫിഡൻറ്റ് ബട്ട് ഫോർ ദ കോൾഡ്. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണോ ദൗത്യം ഏൽപ്പിക്കും. ആത്മവിശ്വാസമല്ല ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് ഓർക്കുക. അടുത്തത് ഇതുപോലെ തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ വിളിയും. അത് നമുക്ക് കാണാൻ പറ്റുന്നത് യെശയ്യാ 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 6 വേഴ്സസ് 5 to 8. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 വേർഡില്ലേ, ഏതൊക്കെയത്? എൻകൗണ്ടർ, ട്രാൻസ്ഫോർമേഷൻ, മിഷൻ. അത് കൃത്യം കാണാൻ പറ്റും യെശയ്യായുടെ വിളിയിൽ. യെശയ്യാ കർത്താവിനെ കാണുന്നു. യെശയ്യാ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഉസ്സിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. 6-ാം അധ്യായം 5-ാം വാക്യം എത്തുമ്പോൾ യെശയ്യാ പറയുകയാണ്, ഞാൻ നശിച്ചു, അശുദ്ധമായ അതരമുള്ളവൻ. അപ്പോൾ ഈ പറഞ്ഞ ഭയമുണ്ടാവുകയാണ്. എൻകൗണ്ടർ, ഭയമുണ്ടാകുന്നു, ഫിയർ ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോർമേഷൻ, ബലിപീഠത്തിൽ നിന്ന് തീക്കട്ട എടുത്തുകൊണ്ട് കൊടുക്കുന്നു, മാറ്റം, ശുദ്ധിയുള്ളവനാകുക, മാറ്റം കൊണ്ടുവരുന്നു. അതവനെ മിഷനിലേക്ക്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും മിഷനിലേക്ക് അവനെ നയിക്കുന്നു. ഇനിയുമുണ്ട് യോനാ പ്രവാചകൻ്റെത്. യോനാ പ്രവാചകൻ ഈ മിഷനിൽ നിന്ന്, ഈ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്നതൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത്, ഈവൻ റെസിസ്റ്റൻസ് കനോട്ട് ക്യാൻസൽ ഡിവൈൻ സെൻഡിങ്. ഈവൻ റെസിസ്റ്റൻസ് കനോട്ട് ക്യാൻസൽ ഡിവൈൻ സെൻഡിങ്. ദൈവം ഒരാളെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൗത്യം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രതിരോധം കൊണ്ട് നിനക്കതിനെ തകർക്കാൻ പറ്റില്ല. അതിൻ്റെ നല്ലതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ, ചില മനുഷ്യർ സെമിനാരിലൊക്കെ പോകണം, ചെറുപ്പത്തിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് മൂടി വെച്ചു, പല കാരണം കൊണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്, ആ മനുഷ്യനെ അവിടുന്ന് പൊക്കിയെടുത്ത് കർത്താവ് ഇതിനകത്ത് കൊണ്ടിടുന്നു. യോനായെ പോലെയാണ്. റെസിസ്റ്റൻസ് കനോട്ട് ക്യാൻസൽ ഡിവൈൻ സെൻഡിങ്. ദൈവത്തിൻ്റെ അത്തരം ഒരു അയക്കലിനെ, ആ സെൻഡിങ്ങിനെ തകർക്കാൻ മനുഷ്യൻ്റെ പ്രതിരോധത്തിന്, എതിർപ്പിന് ആകില്ല. ജെറമിയായുടെ മിഷൻ, ദൗത്യം ഇതുപോലെയാണ്. ജെറമിയ 1:6-8. ജെറമിയ പറയുന്നത്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാനൊന്നും പാടില്ല, ഞാൻ ചെറുപ്പമാണ്. പക്ഷെ അവിടെ കർത്താവ് അവനെ വീണ്ടും അയക്കുന്നത് എന്ത് പറയുന്നറിയാമോ? ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടൊപ്പമുണ്ട്. മിഷൻ്റെ കോർ ഇരിക്കുന്ന അവിടെയാണ്. ഐ ആം വിത്ത് യു. മിഷൻ ഈസ് ഗ്രൗണ്ടഡ് ഇൻ പ്രസൻസ് നോട്ട് എബിലിറ്റി. ഒരാളുടെ കഴിവിലല്ല, മറിച്ച് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ദൗത്യത്തിൻ്റെ അടിസ്ഥാനം. മിഷൻ ഈസ് ഗ്രൗണ്ടഡ് ഇൻ പ്രസൻസ് നോട്ട് ഇൻ എബിലിറ്റീസ്. നമ്മുടെ കഴിവുകളിലല്ല, കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് മിഷൻ പണിയപ്പെടേണ്ടത്. പൗലോസ്ലീഹായുടെ പഠിപ്പിലേക്ക് വരാം. ഒരു 4 കാര്യങ്ങൾ പൗലോസ്ലീഹായുടെ പഠിപ്പിൽ നിന്ന് മനസ്സിലാക്കാം. പൗലോസ്ലീഹായുടേതായതുകൊണ്ട് അല്പം കട്ടിയാണെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ബൈബിളിലുള്ള മുഴുവൻ കാര്യങ്ങളും പൗലോസ്ലീഹ ആ ഒരു ദൈവശാസ്ത്ര ഡൈമെൻഷൻ അവതരിപ്പിച്ച് തരുന്നുണ്ട് നമുക്ക്. പൗലോസ്ലീഹായുടെ പഠിപ്പീരിൽ അയക്കപ്പെടുന്നത് ബലഹീനതയിലാണ്, ശക്തിപ്പെടുന്നത് കൃപയിലാണ്. അയക്കപ്പെടുന്നത് നിന്റെ ബലഹീനതയിലാണ്. സെൻറ്റ് ഇൻ വീക്ക്നെസ് ആൻഡ് പവേർഡ് ഇൻ ഗ്രേസ്. നമ്മുടെയൊക്കെ മോട്ടോ ആക്കാവുന്നതാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർ അവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ വാക്യമാണ് പൗലോസ്ലീഹായുടേത്. ഈ ആശയമാണ് സെൻറ്റ് ഇൻ വീക്ക്നെസ്, പവേർഡ് ഇൻ ഗ്രേസ്. അയക്കപ്പെട്ടിരിക്കുന്നത് ബലഹീനതയിൽ, ശക്തിപ്പെടുന്നത് കർത്താവിൻ്റെ കൃപയിൽ. ആർക്കാണ് ശക്തി തികഞ്ഞിട്ട് അയക്കപ്പെടാൻ പറ്റുന്നത്? അയക്കപ്പെടുന്നത് ബലഹീനതയിൽ, ശക്തിപ്പെടുന്നത് കർത്താവിൻ്റെ കൃപയിൽ. ഈ ഒരാളുടെ ഐഡൻറ്റിറ്റി തന്നെ ഈ മിഷണറിയാണ്. ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി മിഷണറിയാണ്. അതായത് ക്രിസ്ത്യാനി ഉണ്ടല്ലോ, ക്രിസ്തീയ ജീവിതം കണ്ടുകൊണ്ടിരിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. ക്രിസ്ത്യാനിയാണോ, നിനക്കൊരു മിഷൻ ദൗത്യമുണ്ട്. അതിനിപ്പോൾ അച്ഛനാകണം, കന്യാസ്ത്രീ ആകണം, പ്രേക്ഷിതനാകണം ഒന്നുമില്ല. ക്രിസ്ത്യാനിയാണോ, മാമോദിസ വെള്ളം തലയിൽ വീണവനാണോ,
യു ആർ സെൻറ്റ്, നീ അയക്കപ്പെട്ടിരിക്കുകയാണ്. ആരിലേക്കെങ്കിലുമൊക്കെ കർത്താവിനെ അവൻ്റെ സുവിശേഷത്തെ എത്തിക്കാനുള്ള നിയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയാണ് അയക്കപ്പെട്ടിരിക്കുന്നു എന്നത്. അതിൻ്റെ തെളിവ് 2 കൊറിന്തോസ് എടുക്കാം. 2 കൊറിന്തോസ് 5-ാം അധ്യായം 20-ാം വാക്യം. 2 കൊറിന്തോസ് 5:20. ഞങ്ങൾ മിശിഹായുടെ സ്ഥാനപതികളാണ്. എന്താണ് ഈ സ്ഥാനപതികൾ എന്നുള്ള വാക്ക്? അത് കുറെ കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. മിശിഹായുടെ സ്ഥാനപതി. ഇപ്പോൾ ഇന്ത്യയിലെ അമേരിക്കയുടെ സ്ഥാനപതി എന്ന് വെച്ചാൽ ഏതാ? അംബാസഡേഴ്സ്. വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളായിരിക്കുന്ന ഇടത്ത് മിശിഹ നമ്മളെ അംബാസഡറായിട്ട് വെച്ചിരിക്കുകയാണെന്ന്. ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയിൽ അംബാസഡറുണ്ട്, ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ അംബാസഡറുണ്ട്, കാനഡയിൽ അംബാസഡറുണ്ട്. അതുപോലെ നമ്മൾ മിശിഹായുടെ അംബാസഡേഴ്സ് ആണെന്ന്. എന്തൊരു നിർവചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പൗലോസ്ലീഹ. ഞങ്ങൾ മിശിഹായുടെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യപ്പെടുവിൻ. അപ്പോൾ ഈ സ്ഥാനപതികൾ, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. മിഷൻ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. രണ്ടാമത്തത്, ബലഹീനതയിലാണ് ശക്തി വെളിപ്പെടുന്നത്. അതായത് ഈ മിഷൻ്റെ ബേസ് ഇരിക്കുന്നത് കർത്താവിൻ്റെ പവർ. നമ്മുടെ ബലഹീനത അവിടെ ഉണ്ട് എന്ന് ഓർത്തേക്കണം. 1 കൊറിന്തോസ് 1-ാം അധ്യായം 27-ാം വാക്യം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും. അപ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിന് വിജ്ഞാനമോ ബുദ്ധിയോ ഒന്നും ആധാരമല്ല. തിരഞ്ഞെടുപ്പ് പ്യുവർലി കർത്താവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ബലഹീനതയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ബലഹീനതകളുണ്ട്, കഴിവുകേടുകളുണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ ശക്തി അധികമായി വെളിപ്പെട്ട് ഈ ദൗത്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് മൂന്നാമത്തത് പൗലോസ്ലീഹ പറയുന്നത്, നമ്മൾ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുകയാണ് ഈ മിഷൻ ചെയ്യാൻ. മിശിഹായുടെ ദൗത്യം, ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ലോകമെങ്ങും എത്തിക്കാൻ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മുടെ സ്നേഹത്താൽ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. സ്നേഹം കവിഞ്ഞൊഴുകുന്നതാണ്. ഇത് നമ്മുടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം കവിഞ്ഞൊഴുകാണ്. ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് 2 കൊറിന്തോസ് 5:14. 2 കൊറിന്തോസ് 5-ാം അധ്യായം 14-ാം വാക്യം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ മിശിഹായുടെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈശോയെ 4 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് വാക്കുകൊണ്ട് കർത്താവിനെ പങ്കുവെച്ചു കൊടുക്കാൻ നമ്മൾ അനുഭവിച്ച സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നമുക്ക് തുണ കർത്താവിൻ്റെ കൃപയാണ്. അവിടെ നിന്നാണ് ഉറവിടം. കൃപയാണ് നമ്മളെ, ദൈവകൃപയിലാണ് ഈ ശുശ്രൂഷ ദൗത്യം ശിഷ്യന്മാർ ചെയ്തത്. നമ്മളും ഈ കാലത്ത് ചെയ്യേണ്ടത്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യം. 1 കൊറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇത്രയും അധികം പ്രേക്ഷിത വേല ചെയ്ത പൗലോസ്ലീഹ പറയുകയാണ്, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ മിഷൻ നടക്കേണ്ടത് ഗ്രേസിലാണ്, കൃപയിലാണ് മിഷൻ നടക്കേണ്ടത്, ദൗത്യം നടക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ച് മനസ്സിലാക്കുക. ഇനി പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അഗസ്തിനോസ് പുണ്യാളൻ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ പറച്ചിലുകളിൽ അഗസ്തിനോസ് പുണ്യാളൻ്റെ പറച്ചിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അഗസ്തിനോസിൻ്റെ ഉണ്ട്, സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ക്രിസോസ്റ്റം പിതാവിൻ്റെ ഉണ്ട്. അതിൽ അഗസ്തിനോസ് പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രേസ് ഇങ്ങനെയാണ്, ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഗ്യാതേർഡ് ഇൻ ഫിയർ സ്കാറ്റേർഡ് ഇൻ മിഷൻ. ഭയത്തിൽ അവരൊരുമിച്ചിരുന്നു, ഗ്യാതേർഡ് ഇൻ ഫിയർ. ദൗത്യത്തിൽ അവർ ചിതറിക്കപ്പെട്ടു, സ്കാറ്റേർഡ് ഇൻ മിഷൻ. സഭ അതാണ്. ഭയത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, അതിനുശേഷം ദൗത്യം തലയിൽ കയറുമ്പോൾ 4 പാടും ചിതറി ഓടി എല്ലായിടത്തേക്കും കർത്താവിൻ്റെ സ്നേഹത്തെ, സുവിശേഷത്തെ എത്തിക്കും. അപ്പോൾ ഈ ഭയം നമ്മളെ താൽക്കാലികമായി ഒരുമിപ്പിക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്കത് ഭയം ഉണ്ടാകുമ്പോൾ പേടിക്കണ്ട, ഒന്ന് ഒരുമിച്ചിരിക്കുന്ന ഈ പേടി ഇടയ്ക്ക് തട്ടും നല്ലതാണ്. അതിപ്പോൾ കുടുംബങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇടയ്ക്കൊന്ന് പേടി തട്ടുമ്പോഴല്ലേ നമ്മളൊന്ന് ഒരുമിച്ചിരിക്കുന്നത്, നമ്മൾ ഒന്നുകൂടെ നിലവിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഫിയർ യുണൈറ്റ്സ് അസ് ടെമ്പററിലി ആൻഡ് ലവ് സെൻസ് ദം പെർമനൻ്റ്ലി. ഭയം നമ്മളെ ഒരുമിച്ചിരുത്തും, സ്നേഹം നമ്മളെ അയക്കും, പല വഴിക്ക് സ്നേഹം നമ്മളെ അയക്കും. അത് അഗസ്റ്റിനോസ് പുണ്യാളൻ്റെ വ്യാഖ്യാനമാണ്.
സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെതും ഒപ്പം നിൽക്കും. ഇതെല്ലാം നല്ലതാണ് പിതാക്കന്മാരുടേത്. സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നൊരു കാര്യം വളരെ ലോജിക്കലാണത്. ഈശോയുടെ ഉയർപ്പിൻ്റെ ഏറ്റവും നല്ല തെളിവിലൊന്ന് ഇതാണെന്ന്. ഈശോയുടെ ഉയർപ്പിന് പല തെളിവുകൾ, ശൂന്യമായ കല്ലറ അല്ലെങ്കിൽ മറ്റ് പ്രൂഫൊക്കെ നമ്മൾ പറയാറുണ്ട് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച്. പക്ഷെ ഇദ്ദേഹം സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള തെളിവ് ഭീരുക്കൾ ധൈര്യശാലികളായെന്ന്. ഭീരുക്കൾ ധൈര്യശാലികളായി. ഇതിനപ്പുറത്തൊരു തെളിവ് എന്തിനാണ്? കുരിശ് കണ്ടപ്പോൾ ചെതറിപ്പോയവർ, പേടിച്ച് മുറിക്കകത്ത് കഥ കടച്ചിരുന്നവർ വെറും ഭീരുക്കൾ, അവരുടെ ധൈര്യശാലികളായി. ഇങ്ങനെ അവർക്ക് മാറ്റം വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണ്. ഭീരുക്കൾ ധൈര്യശാലികളായതാണ് ഉയർപ്പിൻ്റെ നല്ല തെളിവെന്ന് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്. പിതാവിൻ്റെ ഭാഷയിൽ പറയുകയാണ്, അൺഎഡ്യൂക്കേറ്റഡ് ഫിഷർമാൻ. അത്രമേൽ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത സാധാരണ ജീവിതശൈലിയുള്ള ഈ മുക്കുവന്മാരെ, അൺഎഡ്യൂക്കേറ്റഡ് ഫിഷർമെൻ, അവർ എന്ത് ചെയ്തു? ദേ ഓവർടേൺഡ് ദ വേൾഡ്. അവർ ലോകത്തെ തകിടം മറിച്ച് കളഞ്ഞു. എങ്ങനെയത്? നോട്ട് ബൈ പവർ ബട്ട് ബൈ റിസറക്ഷൻ. കർത്താവിൻ്റെ ഉയർപ്പ് അവരെ നിർബന്ധിക്കുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പ് കണ്ടവർ അവർ ലോകത്തെ തകിടം മറിച്ച് കളഞ്ഞു. അത്രമേൽ ഈ പറഞ്ഞ കണക്ക് സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ മാത്രം അത്ര ഒരു ശൈലിയുള്ളവരല്ല അവർ. സാധാരണ മനുഷ്യർ, സാധാരണ മുക്കുവരായ മനുഷ്യർ അവരെന്ത് ചെയ്യുന്നു? ലോകത്തെ തകിടം മറിച്ചു. തിരുവുദ്ധാനത്തിൻ്റെ അനുഭവം കിട്ടിയതോടുകൂടി ദൗത്യം തലയിൽ കയറുകയാണ്. സഭയുടെ പഠിപ്പീര് CCC 730 മിഷൻ ഓഫ് ക്രൈസ്റ്റ് ബിക്കംസ് ദ മിഷൻ ഓഫ് ചർച്ച്. മിശിഹായുടെ ദൗത്യം സഭ ഏറ്റെടുത്തു ഉദ്ധാനത്തിന് ശേഷം. മിശിഹ എന്താണോ പറഞ്ഞത്, എന്താണോ ചെയ്തത്, അത് തിരുസഭ ഏറ്റെടുക്കുകയാണ് ഉദ്ധാനത്തിന് ശേഷം. CCC 1287 പറയുന്നത്, സ്പിരിറ്റ് ഗിവ്സ് ബോൾഡ്നെസ് ടു വിറ്റ്നസ്. കർത്താവിന് സാക്ഷികളാകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തൻ്റെ ഇടം തരുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭയുടെ പഠിപ്പിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചർച്ച് ഈസ് നോട്ട് സെൽഫ് ക്രിയേറ്റഡ്, ചർച്ച് ഷീ ഈസ് സെൻഡ്. സഭയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത് സ്വയം രൂപീകരിക്കപ്പെട്ട ഒന്നല്ല, ഒരു അസോസിയേഷൻ സംഘടനയല്ല സഭ. സഭയുടെ സ്വഭാവം അയക്കപ്പെട്ടവളാണ്. ഷീ ഈസ് മിഷണറി ഇൻ നേച്ചർ. അയക്കപ്പെട്ടതാണ്. മിശിഹ അയച്ച ആരെയോ അതാണ് സഭ. അയക്കപ്പെട്ടത് അതാണ് സഭയുടെ കോർ സ്വഭാവം. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് സഭയെക്കുറിച്ച്, ചർച്ച് ദാറ്റ് ഡസ് നോട്ട് ഗോ ഔട്ട് ബിക്കംസ് സിക്ക്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കാത്ത സഭ രോഗിയായിട്ട് മാറുന്നുവെന്ന്. കാരണം സഭ അവരുടെ സ്വഭാവം കാണിക്കുന്നില്ല. സഭയുടെ സ്വഭാവം റീച്ച് ഔട്ട്, അയക്കപ്പെടുക എന്നതാണ്. ചർച്ച് ദാറ്റ് ഡസ് നോട്ട് ഗോ ഔട്ട് ബിക്കംസ് സിക്ക്. അപ്പോൾ മിഷൻ എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത്, മിഷണറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ അല്ല, ആൾക്കാരുടെ എണ്ണം കൂട്ടലല്ല, സഭ അതിൻ്റെ വലിപ്പം കൂട്ടുകയാണ്, അങ്ങനെയല്ല. മിഷൻ ഈസ് നോട്ട് എക്സ്പാൻഷൻ, ബട്ട് മിഷൻ ഈസ് ലവ് ദാറ്റ് റീച്ചസ്. മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്ന കർത്താവിൻ്റെ സ്നേഹമാണ് മിഷൻ. മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് സുവിശേഷ വേല, സുവിശേഷ ദൗത്യം. പോപ്പ് ബെനഡിക്റ്റ് 16 പറയുന്നു, നീ ഇങ്ങനെ ഈ ദൗത്യം ചെയ്യുമ്പോഴാണ് നിന്റെ വിശ്വാസം വളരുന്നത്. ഫെയ്ത്ത് ഗ്രോസ് വെൻ ഇറ്റ് ഈസ് ഷെയർഡ്. ഫെയ്ത്ത് ഗ്രോസ് വെൻ ഇറ്റ് ഈസ് ഷെയർഡ്. പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് വരാം. ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് ഈ പറഞ്ഞ ആശയത്തെ സ്വഭാവത്താലെ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഇതൊരു പഠിപ്പീരാണ്, നിങ്ങൾക്കറിയാം, പഠിപ്പീരാണ് പ്യുവർലി. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്നറിയാമോ, ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു കാഴ്ചക്കാരനാകുക എന്നുള്ളതല്ല. എ ക്രിസ്ത്യൻ ഷുഡ് നോട്ട് ബി എ സ്പെക്ടേറ്റർ, ബട്ട് ഹി ഷുഡ് ബി എ മിഷണറി. എവിടെ എങ്ങനെ ജീവിക്കുന്ന ഇടത്തായാണെങ്കിലും ഒരു ദൗത്യം നമുക്കുണ്ട്. ഉദ്ദിതനെ കണ്ടവർക്ക് ദൗത്യമുണ്ട്. മറ്റേ 3 വാക്കുകൾ ഓർക്കണം: എൻകൗണ്ടർ, ട്രാൻസ്ഫോർമേഷൻ, മിഷൻ. ഉദ്ദിതനെ കാണണം, ആ കാഴ്ച നമ്മളിൽ മാറ്റം കൊണ്ടുവരണം, ആ മാറ്റം നമ്മളിൽ ദൗത്യം നിറയ്ക്കണം. അപ്പം നമുക്കൊക്കെ ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഈ വാക്ക് ഓർത്ത് വെച്ചേക്ക്: റേഡിയേറ്റ് ക്രൈസ്റ്റ്. റേഡിയേറ്റ് ക്രൈസ്റ്റ്. നിന്നിൽ നിന്ന് മിശിഹായുടെ കിരണങ്ങൾ പുറത്തേക്ക് ഒഴുകണം. റേഡിയേറ്റ് ക്രൈസ്റ്റ്. കുടുംബത്തിലായിരിക്കുമ്പോൾ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ആ ഉയർപ്പിൻ്റെ പ്രകാശം അനുഭവിക്കണം. നമ്മൾ ആരുടെയും 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ, സംസാരിച്ച് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ കണ്ട ഉദ്ദിതൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ മുഖത്ത് അവർ കാണണം.
അത് അവർക്ക് കിട്ടണം. വി മസ്റ്റ് റേഡിയേറ്റ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പ്രഭാകിരണങ്ങളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നവരായി ക്രിസ്ത്യാനികൾ മാറണം. യൂത്തിനോട് പറയാനുള്ളത്, എനിക്കറിയാം ഒത്തിരി യുവജനങ്ങൾക്ക് വൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ ഇന്ന് ഒത്തിരി കുട്ടികളെ കർത്താവ് വിളിക്കുന്നുമുണ്ട് സുവിശേഷ വേലയ്ക്ക്. അത് ചിലപ്പോൾ പ്രേക്ഷിത വേലയ്ക്കായിട്ട് കുറച്ചു കാലം, കരിയറിൻ്റെ ഒരു കുറച്ചു കാലം ഒന്ന് ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈമേഴ്സായിട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ സെമിനാരിയിലേക്ക്, കോൺവെൻറ്റിലേക്ക് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതകാലം മുഴുവൻ കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒരു പ്രചോദനം കിട്ടുന്നുണ്ട്. പക്ഷെ കുട്ടികൾ വളരെ ഈ പറഞ്ഞ ഈ വിവാഹ ജീവിതത്തിൽ എന്നതുപോലെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ യുവജനങ്ങളെ. നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. അത് നിങ്ങളുടെ തെറ്റായിട്ടല്ല, നിങ്ങൾ ജെന്യുവനായിട്ട് തന്നെ ദൈവമേ എനിക്കിതിന് പറ്റൂ, എനിക്കിതിനായോ, ഞാൻ പ്രിപ്പയർഡ് ആയോ എന്നൊക്കെയാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. യു ആർ നോട്ട് സെൻറ്റ് ബിക്കോസ് യു ആർ റെഡി. യു ആർ നോട്ട് സെൻറ്റ് ബിക്കോസ് യു ആർ റെഡി, ബട്ട് ബിക്കോസ് ഹീ ഈസ് റിസൺ ആൻഡ് ഹീ ഈസ് അലൈവ്. നീ അയക്കപ്പെടുന്നത് നീ ഒരുങ്ങിക്കഴിഞ്ഞത് കൊണ്ടല്ല, മറിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും അവൻ ജീവിക്കുന്ന ദൈവമായത് കൊണ്ടുമാണ് നീ അയക്കപ്പെടുന്നത്. അതെല്ലാവരും ഞങ്ങളും ഒക്കെ തിരിച്ചറിയേണ്ടതാണ്. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളിതിന് പ്രിപ്പയർഡ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഇതിന് മാത്രം ഒരുക്കപ്പെട്ടത് കൊണ്ടൊന്നുമല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും അവൻ ജീവിക്കുന്ന ദൈവമായതുകൊണ്ടും അവൻ്റെ ഉയർപ്പ്, അവൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ചെറുതായിട്ടൊക്കെ നമ്മളിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. അപ്പം നമ്മുടെ യോഗ്യതയാലല്ല, ഇത് കർത്താവിൻ്റെ ഉയർപ്പിലാണ് ഈ ശുശ്രൂഷ നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള ചെറിയ ഹോംവർക്ക് ഇങ്ങനെയാണ്: സ്റ്റെപ്പ് ഔട്ട് ഓഫ് വൺ ക്ലോസ്ഡ് ഡോർ. സ്റ്റെപ്പ് ഔട്ട് ഓഫ് വൺ ക്ലോസ്ഡ് ഡോർ. ഇതിങ്ങനെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ ആരെങ്കിലുമൊക്കെ ഇത് വായിച്ച് മനസ്സിലാക്കും. സ്റ്റെപ്പ് ഔട്ട് ഓഫ് വൺ ക്ലോസ്ഡ് ഡോർ. നീ അടച്ചിട്ട ഒരു വാതിലിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതാണ് നിൻ്റെ മിഷൻ. നീ അടച്ചിട്ട ഒരു കവാടത്തെ തള്ളി തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക കർത്താവിൻ്റെ നാമവുമായി. സ്റ്റെപ്പ് ഔട്ട് ഓഫ് വൺ ക്ലോസ്ഡ് ഡോർ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. നിൻ്റെ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കട്ടെ. ഉയർത്തെഴുന്നേറ്റവനെ, നിന്നെ കണ്ടുമുട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന് അതിനെ തുടർന്ന് ഒരു ദൗത്യം ഏറ്റെടുക്കാൻ, അടച്ചിട്ടിരിക്കുന്ന ഒരു വാതിൽ തുറന്ന് പുറത്തേക്കൊരു ചുവട് എടുത്തു വയ്ക്കാൻ, അനുഭവിച്ച സ്നേഹത്തെ പങ്കുവയ്ക്കാൻ, നിൻ്റെ സ്നേഹത്താലെ നിർബന്ധിക്കപ്പെട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങിത്തിരിക്കട്ടെ. ജീസസ്, കൈൻഡ്ലി ഹെൽപ്പ് us to radiate you. കൈൻഡ്ലി ഹെൽപ്പ് us to radiate you. നിന്നെ മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.